ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ കുറ്റപത്രം വൈകും. പ്രതികളുടെ പങ്കാളിത്തവും ഗൂഢാലോചനയും സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. ഡിജിറ്റൽ തെളിവുകളടക്കം ലഭിക്കാൻ സമയമെടുക്കുമെന്നും അന്വേഷണത്തിന് കൂടുതൽ സമയം വേണ്ടിവരുമെന്നുമാണ് സൂചന. ഇന്ദുലേഖാരാണ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇന്ദു, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം വൈകുന്നത്? ഈ തെളിവുകൾ ശേഖരിക്കാൻ ഇത്രയധികം കാലതാമസത്തിന്റെ ആവശ്യമുണ്ടോ? പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നതിന് ശേഷം പുറത്തേക്കിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന്റെ കുറ്റപത്രം വൈകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. കാരണം മറ്റൊന്നുമല്ല, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള തെളിവുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒന്നോ രണ്ടോ കുറ്റവാളികളല്ല, അല്ലെങ്കിൽ പ്രതികളല്ല ഉള്ളത്, അതിലധികം പ്രതികളുണ്ട്. അപ്പോൾ ഇവരെല്ലാമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതായുണ്ട്. നമുക്കറിയാം, ഈ കേസ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വന്നിരുന്നു. നിലവിൽ പിടിയിലുള്ള ഒരു പ്രതിയുടെ ഫോണിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 100-ലധികം കോളുകൾ വന്നു പോയതായൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനുള്ള തെളിവുകളും ഇവരാരെയാണ് ബന്ധപ്പെട്ടതെന്നും അവരെന്താണ് സംസാരിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം പെട്ടെന്ന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവരുടെ വികാരവിക്ഷോഭത്തിന്റെ ഭാഗമായുണ്ടായ ഒരു അക്രമമെന്നായിരുന്നു നേതാക്കളുടെയൊക്കെ ഒരു വാദം. പക്ഷേ ഇത്രയധികം കോളുകൾ വന്നുപോയി, ഇത്രയധികം സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ഗൂഢാലോചന തീർച്ചയായും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടാകും. ഇനിയും സമയം വേണമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട്. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് പ്രതികൾക്ക് അനുകൂലമായി ബാധിക്കും, അവരെ സഹായിക്കുന്ന രീതിയിലായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, കസ്റ്റഡിയിലായി 90 ദിവസത്തിനു ശേഷവും കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. അങ്ങനെ സ്വാഭാവിക ജാമ്യം നിലവിൽ പിടിയിലായിട്ടുള്ള പ്രതികൾക്കെല്ലാം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾ മാത്രമാണ് നിലവിൽ പുറത്ത് സ്വതന്ത്രനായുള്ളത്. മറ്റുള്ളവരെല്ലാം പ്രതി ചേർക്കപ്പെട്ട എല്ലാവരും തന്നെ പോലീസിന്റെ പിടിയിലാണുള്ളത്. അവരുടെ എല്ലാം ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളിയിരുന്നു. അതുമാത്രമല്ല, ഇനി 90 ദിവസം പൂർത്തിയാകാൻ 20 ദിവസത്തിൽ താഴെ മാത്രം സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പിടിയിലായ എല്ലാവരും പുറത്തേക്ക് സ്വതന്ത്രരായി ഇറങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മോദി.